വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എമ്പുരാൻ എന്ന സിനിമയാണ്. മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ അഭിനയിച്ചിരിക്കുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് കണ്ടത്. ഇന്നലെ വൈകുന്നേരം സിനിമ കണ്ടിട്ട് ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ശനിയാഴ്ചയാണ് അത് ചെയ്യുന്നത്. നമുക്ക് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും വളരെ ആഘോഷിച്ച ഒരു സിനിമയാണ്. 2019 ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പോൾ ഒരു 5 കൊല്ലത്തിന് ശേഷം അതിൻ്റെ സീക്വലായിട്ടാണ് L2 എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ സിനിമയിൽ തന്നെ അറിയാം സ്റ്റീഫൻ നെടുമ്പുള്ളിയും അബ്രഹാം ഖുറേഷിയുമായിട്ടുള്ള ഒരാൾ ലാലേട്ടൻ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ്റെ അബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് അബ്രഹാം ഖുറേഷി, ആളെന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രിപ്പ് എന്താണ്, മീൻസ് അദ്ദേഹം എത്രയൊക്കെ പവർഫുൾ ആണ് എന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതൊന്ന് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലാലേട്ടൻ്റെ ആ ഒരു സ്വാഗും ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ജാക്കറ്റും മോതിരവും ഗോഗിൾസ് മീൻസ് എല്ലാം വളരെ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അതായത് നമ്മൾ ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം ഖുറേഷി ആരാണ് എന്നുള്ളത്, ഒരു കാർട്ടൽ, ഒരു അബ്രഹാം ഖുറേഷി നെക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടലിൻ്റെ ഒരു ആളാണ് അദ്ദേഹം. അതിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹമാണ്. കുറേ കാര്യങ്ങളൊക്കെ ഇൻ്റർനാഷണൽ വേൾഡിൽ തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലൊക്കെയാണല്ലോ അത് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ രാജ്യങ്ങളിൽ, അതായത് സെനഗൽ, ഇറാഖ്, പിന്നെ അങ്ങനെ കുറേ രാജ്യങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലണ്ടൻ, അങ്ങനെ കുറേ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇറാഖ് അങ്ങനെ നമുക്ക് എന്താണ് കുറേ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാണിക്കുമ്പോൾ അബ്രഹാം ഖുറേഷി ആരാണ് എന്ന് കാണിക്കുന്ന സീൻ കുറേയൊക്കെ നമുക്ക് ബോറടിച്ചു. കാരണം ഓരോ രാജ്യത്തേത് ഇപ്പോൾ നമ്മൾ സെനഗലിലാണ് എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഇന്ന സ്ഥലമാണ് സെനഗൽ എന്ന്, ഈ ഇന്ന റോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിയിൽ എഴുതി കാണിക്കും. അത് കുറച്ച് ഓവറായിരുന്നു. അത് അത്രയും മീൻസ് നമുക്ക് ആ ഇമ്പാക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അതിങ്ങനെ ഇരുന്നാൽ നമ്മളതിങ്ങനെ കാണുമ്പോൾ ഇനിയിപ്പോൾ ഇത് ഏത് രാജ്യമാണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ആദ്യത്തെ ഹാഫിൽ തോന്നിയിരുന്നു. പക്ഷേ ലാലേട്ടൻ എല്ലായിടത്തും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നമുക്ക് പല രാജ്യങ്ങളിലും കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ നെടുമ്പുള്ളി എന്ന നാടും അവിടുത്തെ ചെക്ക് ഡാമും അങ്ങനത്തെ കുറേ നമ്മുടെ കേരള പൊളിറ്റിക്സ് കാണിക്കുന്നുണ്ട്. ആ കേരള പൊളിറ്റിക്സിൽ ഇതിലിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കളിയാക്കിക്കൊണ്ടിട്ടാണ് മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ പേരുകളൊക്കെ നമുക്ക് വേറെ പേരുകളാണ് സിനിമയിൽ ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലാണ് മുരളി ഗോപി എഴുതിയിരിക്കുന്നത്. നമുക്ക് എല്ലാ പാർട്ടിക്കാരെയും കളിയാക്കിയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് രാഷ്ട്രീയമാവുമ്പോൾ അല്ലെങ്കിൽ ഏത് ആണെങ്കിലും ജാതിയും മതവും ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരെല്ലാവരും ഇലക്ഷനും കാര്യങ്ങളൊക്കെ ജയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് ഈ മുരളി ഗോപി ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ടോവിനോയുടെ ജതിൻ രാംദാസ് ആയാലും പ്രിയദർശിനി എന്നുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് അവരൊക്കെ, മഞ്ജു വാര്യറും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വില്ലൻ കഥാപാത്രമായിട്ടുള്ള അഭിമന്യു സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഗുലാൽ എന്നുള്ള സിനിമയിലും, പിന്നെ അതുപോലെ വേലായുധം, വിജയിൻ്റെ വേലായുധത്തിൽ വില്ലനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അഭിമന്യു സിംഗിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സീരീസ് ആയാലും സിനിമകളൊക്കെ ആയാലും അദ്ദേഹമാണെങ്കിൽ ഞാനതിങ്ങനെ കണ്ടിരിക്കാറുള്ള ഒരു ആളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകമായിട്ടൊരു കഥാപാത്രം പറയുന്നത് ജെറോം ഫ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രമാണ്. നമ്മൾക്ക് GOT, അതായത് ഗെയിം ഓഫ് ത്രോൺസിൽ ബ്രോൺ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ലാനിസ്റ്ററുടെ കൂടെയൊക്കെ നമുക്ക് കാണാവുന്ന ഒരു പട്ടാളക്കാരനായിട്ടുള്ള ഒരു ആളാണ് ബ്രോൺ എന്ന് പറഞ്ഞത്. അദ്ദേഹം വളരെ നല്ല രീതിയിലൊക്കെ മീൻസ് കഥാപാത്രങ്ങൾ അവരുടെ അതായത് അഭിനയം എന്നുള്ള സാധ്യത എല്ലാവരും മികച്ചതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സായി കുമാർ, നന്ദു, പിന്നെ അതുപോലെ ശിവജി ഗുരുവായൂർ, അങ്ങനെ എല്ലാവരും, ഈവൻ സാനിയ അയ്യപ്പൻ്റെ കുഞ്ഞു നേരമാണെങ്കിൽ പോലും നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താണ് ഇത്രയധികം ക്യാരക്ടേഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് ലാലേട്ടൻ്റെ ഭാഗമൊക്കെ കുറച്ച് കുറഞ്ഞു പോയി. കാരണം ഇത്രയധികം ക്യാരക്ടേഴ്സിനെ കാണിക്കണ്ടേ. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ നമുക്ക്
നമുക്കൊരു നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ നമുക്ക് ആ ഒരു ഇതുണ്ട് മൊത്തം ലാലേട്ടൻ എന്ന് ഇപ്പം നമ്മൾ പറയുന്ന പോലെ എൻ്റെ തല എൻ്റെ ഫിഗർ എന്ന് പറയുന്ന പോലെ മൊത്തം ലാലേട്ടനാവും എന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് ഇതിൽ കഥയുടെ ഇമ്പാക്റ്റ് വരുമ്പോൾ കുറച്ചുള്ളൂ ലാലേട്ടൻ. അത് എനിക്ക് അങ്ങോട്ട് വലിയ താല്പര്യമായില്ല. കുറച്ച് നേരമുള്ളൂ ലാലേട്ടൻ്റെ ആ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ അറ്റയറും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു വിഷമമുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അറ്റയറൊക്കെ നന്നായിട്ടുണ്ട് ആ ജാക്കറ്റ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഇതിൽ ഗോവർദ്ധൻ ഇന്ദ്രജിത്ത് പുതച്ചിരിക്കുന്ന ഷോള് പോലും എനിക്കിഷ്ടമായി. അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഷോളായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ അറ്റയറിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാതിരുന്നത് നമ്മളുടെ മഞ്ജു വാര്യരുടെ കോസ്റ്റ്യൂംസാണ്. അതായത് സാരിയാണ് ഉടുക്കുന്നതെങ്കിലും സാരി വളരെ ഡൾ കളേഴ്സ്, ഗ്രേ, പിന്നെ ഒരുമാതിരി ക്രീം പോലത്തെ ഒരു ഷെയ്ഡുകളൊക്കെയാണ് ഉടുക്കുന്നത്. അതിനിപ്പോൾ അത് ലാസ്റ്റ് സിനിമയിൽ വിധവ എന്നുള്ള ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരാനാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആ സാരികളൊന്നും എനിക്കിഷ്ടമായില്ല. മീൻസ് ആ ടയറും ആ കോസ്റ്റ്യൂംസും ഒന്നും എനിക്കിഷ്ടമായില്ല. അത് എന്താണ് ഒരു പേസ്റ്റൽ കളേഴ്സ് തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഒത്തിരി നല്ല കളേഴ്സൊക്കെ എടുക്കാമായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. ഭയങ്കര ഡള്ളാണ്. അവർക്കത് കുറച്ചും കൂടിയും ഇത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഭംഗിയുണ്ട്, ഇല്ല എന്നല്ല, എന്നാലും ഭംഗിയാവുമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക സീനിൽ നമ്മൾ വെള്ള സാരിയിൽ ഒരു ഓറഞ്ചും ഗ്രീനും ബോർഡർ ആയിട്ടുള്ള ഒരു സാരി എടുത്തു വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഓവറാണ്. കാരണം ഞാനത് കണ്ടപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ജനുവരി 26-നും ഓഗസ്റ്റ് 15-നും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പ്രൊസഷനായിട്ട് ഞാൻ കോൽക്കളിയൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ എല്ലാ സ്കൂളിൻ്റെയും മുന്നിൽ ഒരു ഭാരതാംബയുടെ പോലത്തെ ഒരു ഇതുണ്ടാവും. അതിന് ഇങ്ങനത്തെ സാരിയാണ് ഉടുത്തു വരുന്നത്. അത് കുറച്ച് ബോറായിപ്പോയി. അത് അങ്ങനത്തെ ഡ്രസ്സ് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കോസ്റ്റ്യൂം എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമാവാതിരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇതിനകത്ത് ഫൈറ്റും ഒക്കെ ഇപ്പോൾ സ്റ്റണ്ട് സിൽവയാണ് ഇതിനകത്ത് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫൈറ്റ് എനിക്ക് ഇഷ്ടമായില്ല, കുറേ കരിയിലേയും ഒക്കെ ഇട്ടിട്ട്. അതായത് ലാലേട്ടനും പൃഥ്വിരാജും കൂടിയിട്ടാണ് അവസാനത്തെ ഫൈറ്റ് വരുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി ബോറായിപ്പോയി. അത് വലിയ ഇതൊന്നുമില്ല. ഈ കാറ്റ് വരുന്നു, കരിയില അനങ്ങുന്നു, അങ്ങനത്തെയൊക്കെ കുറച്ചത് നമുക്ക് ആ പുലിമുരുകൻ്റെ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഈ ലൂസിഫറിലെ ആ ജംഗിൾ ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്തൊക്കെ ഒരു ഗൂസ് ബംസ് വരുന്ന ഒരു മൊമെൻ്റാണ് ആ സീനൊക്കെ. പക്ഷേ ഇതിനകത്ത് അത് കിട്ടിയില്ല ലാസ്റ്റ് ഫൈറ്റിനിട്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ജംഗിൾ ഫൈറ്റ് ഉണ്ട്. അത് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ലാലേട്ടൻ വന്ന് രക്ഷിക്കുന്ന സീനൊക്കെയാണ്. അപ്പോൾ ഒരു ഇരുട്ടത്ത് ജംഗിളിന് ബാക്കിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിലറിൽ കണ്ടാൽ അറിയാം അതേത് സീനാണെന്നൊക്കെ. അപ്പോൾ ആ സീനിൽ ഒരു ഗംഭീര BGM ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കോരിത്തെരിപ്പ് മാറാത്ത ഒരു സീനാണത്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു സീനാണ്. ആ സമയത്ത് ഫൈറ്റും നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ഫൈറ്റിൽ BGM വളരെ മോശമായി പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഇപ്പോഴും ലൂസിഫറിലുള്ള ആ ഒരു രസം ഇതിന് കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞു വയ്ക്കുന്നത് വർഗീയതയ്ക്കെതിരാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പ്രതികാരമൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ആൾക്ക് അയാളുടെ പ്രതികാരമായതുകൊണ്ട് പൃഥ്വിരാജിന് ഒരിത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ടോ ഈ സിനിമയിൽ? അതായത് എമ്പുരാൻ എന്നാണെങ്കിലും എമ്പുരാനേക്കാളും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സയ്യിദിനാണ് കുറച്ചുകൂടിയും ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഈ സിനിമ മൊത്തം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം തോന്നും. ഞാനും എൻ്റെ അപ്പുറത്തിരിക്കുന്ന പെങ്കൊച്ചൊക്കെ ഇരുന്ന് ചിരിച്ച ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാവുത്തർ എന്ന് പറഞ്ഞിട്ട് ആൻ്റണി പെരുമ്പാവൂരിനെ കാണിക്കുന്ന ഒരു സീനിലാണ്. ആൾ ഭയങ്കര ആൾ മറ്റേ റിലാക്സ്ഡ് ആവാതെ ഭയങ്കര ഇങ്ങനെ വടി പോലെയാണ്. അയാളൊരു അഭിനേതാവ് ഒന്നല്ല, പക്ഷെ വേറെ ഏതെങ്കിലും ഒരു ആളെയൊക്കെ പ്രൊഫഷണലായിട്ട് വലിയ ഹിന്ദി അങ്ങനെയുള്ള ആളെ കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടല്ലോ. അപ്പോൾ അത് റാവുത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലൻ കഥാപാത്രമാവാനായിട്ട് പറ്റിയ ഒരു ആളെ കണ്ടുപിടിക്കാമായിരുന്നു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുക, വടി വിഴുങ്ങിയതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് മുഖത്ത് എക്സ്പ്രഷനൊന്നും ഇല്ലാതെ അങ്ങനത്തെ അതായിരിക്കും അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ്. അതായത് അധികം എക്സ്പ്രഷനൊന്നും ഇല്ലാതെ ഒരു വില്ലൻ പോലെയൊക്കെ ഇരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മൊത്തം ചിരിയൊന്നും ഇല്ലാതെ. പക്ഷെ നമുക്കതൊരു
അതൊരു കോമിക് റോളായിട്ട് തോന്നി എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണോ തമാശ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന എല്ലാവരും ചിരിക്കുക തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ. മൊത്തത്തിൽ എന്താണ് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ OTT വന്നാലും ഞാൻ ലൂസിഫർ കാണുന്ന ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാൻ വരും, ഓഫീസിൽ നിന്ന് വന്നിട്ട് ചോറിനാൻ വന്നിരിക്കുകയാണപ്പോൾ നമ്മൾ പുതിയൊരു സിനിമ പുതിയത് കാണുന്നേക്കാളും നല്ലത് ചിലപ്പോൾ ഇത് കണ്ടുവച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പകുതിക്കൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് എന്നെ OTT വീണ്ടും കാണുക എന്നുള്ളതാണ്. ലൂസിഫറൊക്കെ അങ്ങനെ കാണുന്ന സിനിമയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില സീൻസ് ചില ഭാഗങ്ങളൊക്കെ കാണുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇത് OTT വന്നാൽ അങ്ങനെ കാണാനായിട്ട് സാധ്യതയില്ല. കാരണം ഇത് ഭയങ്കര വാസ്റ്റായിട്ട് ഭയങ്കര വലുതാക്കി ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് കുറേയൊക്കെ നമുക്ക് ബോറടിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സുരാജ് വെഞ്ഞാറമൂടും പിന്നെ മണിക്കുട്ടൻ ഒക്കെയാണ് ഇതിനകത്ത് പുതിയത് കഥാപാത്രങ്ങളായിട്ട്. പിന്നെ ഇംഗ്ലീഷ് താരങ്ങളും പിന്നെ സെനഗൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള അതൊക്കെ കറക്റ്റ് ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു എന്താണ് എന്നൊക്കെ പറയില്ലേ നമ്മളിപ്പോൾ ഇവിടെ തൃശ്ശൂർക്കാരോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ മോളോടാണെങ്കിലും എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഇതാണ് അവൾ പറയുക. ഞാൻ ചോദിക്കുക ആർക്ക് കുഴപ്പമില്ല എന്നാണ് എന്ന് പറയും. അപ്പോൾ ഇവിടെ തൃശ്ശൂർ ഉള്ള ഒരു രീതിയിൽ ഞാൻ പറയുകയാണ്, കുഴപ്പമില്ല, നമുക്ക് ഒറ്റ പ്രാവശ്യമൊക്കെ സിനിമയിൽ കാണാം, അത്രേ തന്നെ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഗംഭീര ഹൈപ്പോ അല്ലെങ്കിൽ ഭയങ്കര അടിപൊളി എന്ന് പറയാനുള്ള ഒന്നും ഈ സിനിമയിലില്ല. പക്ഷേ ഒരു പക്ഷേ ഞാനെന്താണ് ഇത് സിനിമയുടെ ഈ ഒരാഴ്ചയായിട്ട് ഞാൻ ഒറ്റ സോഷ്യൽ മീഡിയയും ഒന്നും കാണാതിരിക്കുന്നു. കാരണം ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് പോയിട്ട് അത് ഇഷ്ടമായില്ലെങ്കിൽ നമുക്കത് വിഷമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ഒറ്റ സോഷ്യൽ മീഡിയയിലും ഒന്ന് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂസ് ആയാലും അതിൻ്റെ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവർ തമ്മിൽ അങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നത് ഒന്നും ഞാൻ കാണാതെ ഇരുന്നു. കാരണം നമ്മളങ്ങനെ കണ്ടിട്ട് നമ്മളൊരു ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോയി ഇരുന്ന് കണ്ടിട്ട് ഒന്നുമില്ലാതെ പറയുമ്പോൾ നമുക്കത് സങ്കടമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഞാൻ പോയിരുന്ന് കണ്ടത്. പക്ഷേ കുഴപ്പമില്ല, അത്ര തന്നെ എനിക്കും പറയാനുള്ളൂ. നമുക്ക് ആസ്വദിക്കാം. അത് പിന്നെ നമ്മളുടെ പൊളിറ്റിക്കൽ വ്യൂ വെച്ചിട്ടൊക്കെയാണ് നമുക്കിത് ഇഷ്ടമാവുന്നതും ഇഷ്ടമാവാതിരിക്കുന്നതും. പക്ഷെ അതുപോലെ തന്നെ നമുക്കിനി നെക്സ്റ്റ് എംപുരാൻ 3, അതായത് L2 കഴിഞ്ഞിട്ട് L3 വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോയിട്ട് തിയേറ്ററിൽ കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പോയി കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു പുസ്തകവും അടുത്തൊരു സിനിമയുമായി വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.